ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ബൈബിൾ ക്വിസ് തീരുന്നു എന്നറിഞ്ഞപ്പോഴത്തേന് പല പ്രിയപ്പെട്ടവരും വന്ന് സങ്കടം പറയുന്നുണ്ട്. ബൈബിൾ ക്വിസ് തീരുകയാണല്ലോ, ദൈവജനം പഠിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു എന്നൊക്കെ. ഇടയ്ക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ പറയാതിരുന്ന പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്, പല നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. എല്ലാം സ്വീകരിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ നമ്മുടെ ബൈബിൾ ക്വിസിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. എല്ലാ ഉത്തരത്തിനും റെഫറൻസ് ആവശ്യമാണ്. എഡിറ്റ് ചെയ്ത് അയക്കരുത്. ഇത്രയുമാണ് നമ്മുടെ നിബന്ധനകൾ. വേഗത്തിൽ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം വെളിപ്പാട് പുസ്തകം 8 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ 3 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം, ജാതികൾ വിശുദ്ധ നഗരത്തെ എത്ര മാസം ചവിട്ടും? ഓപ്ഷൻ എ 12 മാസം, ഓപ്ഷൻ ബി 24 മാസം, ഓപ്ഷൻ സി 42 മാസം. രണ്ടാമത്തെ ചോദ്യം, ചക്കിൽ നിന്ന് രക്തം എത്ര ദൂരത്തോളം ഒഴുകി? ഓപ്ഷൻ എ 200 നാഴിക, ഓപ്ഷൻ ബി 150 നാഴിക, ഓപ്ഷൻ സി 300 നാഴിക. മൂന്നാമത്തെ ചോദ്യം, ഭൂകമ്പത്തിൽ എത്ര പേർ മരിച്ചുപോയി? ഓപ്ഷൻ എ 5000 പേർ, ഓപ്ഷൻ ബി 6000 പേർ, ഓപ്ഷൻ സി 7000 പേർ. നാലാമത്തെ ചോദ്യം ഇതാണ്. ഭൂമിയിലെ നിവാസികൾ സന്തോഷിക്കുകയും സമ്മാനങ്ങൾ അയക്കുകയും ചെയ്തത് ആരുടെ മരണശേഷമായിരുന്നു? ചോദ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അഞ്ചാമത്തെ ചോദ്യം, യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ എഴുതാതെ വിട്ടത് എന്താണ്? ആറാമത്തെ ചോദ്യം, 2 ഭാഷയിൽ പേര് ലഭിച്ചത് ആർക്കാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്. ദൂതൻ എന്തിലാണ് യാഗപീഠത്തിലെ കനൽ നിറച്ചത്? എട്ടാമത്തെ ചോദ്യം, ജലത്തിന്മേലും കരയിന്മേലും ഒരേ സമയം പാദങ്ങൾ വെച്ചു നിന്നത് ആരാണ്? ഒൻപതാമത്തെ ചോദ്യം, അഗ്നിവർണ്ണവുമായി ബന്ധപ്പെടുത്തി ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? പത്താമത്തെ ചോദ്യം ഇതാണ്. സ്വർഗീയ ആലയം തുറക്കപ്പെട്ടതിനെ തുടർന്ന് പ്രകടമായ 5 പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. വെളുത്ത കുതിരപ്പുറത്ത് ഇരുന്നവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി വില്ല്. റെഫറൻസ് വെളിപ്പാട് പുസ്തകം 6:2. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിരുന്നു. ഇന്ന് ഉത്തരം അയച്ചവരിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം തെറ്റിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എഴുതാത്തവർക്കും ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. എങ്കിലും ആ ചോദ്യവും ഉത്തരവും ഒന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദൈവവചനം കാത്ത് ദൈവനാമം നിഷേധിക്കാതിരുന്ന സഭ ഏത്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി ഫിലദൽഫിയ 3:8. മൂന്നാമത്തെ ചോദ്യം, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് ശബ്ദം കേട്ടത് എവിടെ നിന്നാണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്. 4 ജീവികളുടെയും നടുവിൽ നിന്ന്. വെളിപ്പാട് പുസ്തകം 6:6. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. എന്താണ് ധൂപവർഗം? ഉത്തരം ഇതാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വെളിപ്പാട് പുസ്തകം 5:8. അഞ്ചാമത്തെ ചോദ്യം, യോഹന്നാനോട് കരയേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇതാണ്. മൂപ്പന്മാരിൽ ഒരുത്തൻ. 5:5. ആറാമത്തെ ചോദ്യം, ജയിക്കുന്നവന് ദോഷം വരുത്താത്തത് എന്താണ്? ഉത്തരം ഇതാണ്. 2ാം മരണം. വെളിപ്പാട് 2:11. ഏഴാമത്തെ ചോദ്യം, പെർഗമോസ് സഭയിലുണ്ടായിരുന്ന 2 തെറ്റായ ഉപദേശങ്ങൾ ഏവ? ഉത്തരം ഇതാണ്. ഒന്നാമത്തത് ബിലയാമിൻ്റെ ഉപദേശം, രണ്ടാമത്തത് നിക്കോലോവ്യരുടെ ഉപദേശം. വെളിപ്പാട് 2:14-15 വാക്യങ്ങൾ. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. മരതകത്തോട് സദൃശ്യമായത് എന്താണ്? ഉത്തരം ഇതാണ്. പച്ചവില്ല്. 4:3. ഒൻപതാമത്തെ ചോദ്യം, ഒരു പ്രതിഭാസവും ഒരു വസ്തുവും, അങ്ങനെ 2 വാക്കുകൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം. ഓരോ വാക്കിലും വാക്കിനനുസരിച്ചുള്ള പ്രതിഭാസമില്ല. എന്താണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്. കണ്ണാടിക്കടൽ. വെളിപ്പാട് 4:6 കാണാം. 2 വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണാടിയും 2 കടലുമാണ്. ഇതിനനുസരിച്ചുള്ള പ്രതിഭാസമില്ല എന്ന് പറഞ്ഞത് കണ്ണാടി ഉണ്ടെങ്കിലും കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കടലുണ്ടെങ്കിലും അതിൽ തിരയില്ല. സാധാരണയായി നാം
ഈ രണ്ടിലും കാണുന്ന പ്രതിഭാസങ്ങളാണ് കണ്ണാടിയിൽ കാണുകയും കടലിൽ തിരയും. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു. ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന വാക്ക് സൃഷ്ടിയിൽ വന്ന മാറ്റത്തോടുള്ള ബന്ധത്തിൽ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇതിനോട് സമാനതയുള്ള വസ്തു ഒരു കൊലപാതകത്തിൽ കാണുവാൻ കഴിയും. എന്താണ്? ഉത്തരം ഇതാണ്, കരിമ്പടം. വെളിപ്പാട് 6:12 നാം ഇങ്ങനെ വായിക്കുന്നു. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അതാണ് സൃഷ്ടിപ്പിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. സൂര്യനാണ് കരിമ്പടം പോലെ കറുത്തു പോയത്. സമാനതയുള്ള പദമെന്ന് പറയുന്നത് കമ്പിളി. നമുക്കറിയാം കരിമ്പടവും കമ്പിളിയും ഏകദേശം സെയിം ആണ്. കൊലപാതകം എന്ന് പറയുന്നത് ഹസയൽ ബെൻഹദദ് രാജാവിനെ വെള്ളത്തിൽ മുക്കിയ കമ്പിളി മുഖത്തിട്ട് കൊന്നു. 2 രാജാക്കന്മാർ 8:15. ചോദ്യവും ഉത്തരവും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഉത്തരങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ വത്സമ്മ വർഗീസ് ഒരു സംശയം പറഞ്ഞിരിക്കുന്നത്. യേശു ഒരു പ്രവാചകനായി യൂദയിൽ പറയുന്നില്ല. അതിൽ 3 പ്രവാചകന്മാരുടെ പേര് മാത്രമേ ഉള്ളൂ. അതിൽ യേശുവിനെ ഒരു പ്രവാചകനായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് യൂദയിൽ പരാമർശിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആരൊക്കെയാണ് എന്നാണ്. അപ്പോൾ പരാമർശിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പ്രത്യേക എടുത്ത് ആരെയും പ്രവാചകനെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് ബിലയാമിനെ ഒന്നും പ്രവാചകനെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന എത്ര പേർ, അതായിരുന്നു ചോദ്യം. സിസ്റ്റർ ഗീതമ്മ, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്. എനിക്ക് ഡൗട്ടായിരുന്നു, അത് 2ാമത്തെ ചോദ്യത്തിൻ്റെ ഞാൻ തോന്നുന്നു. സിസ്റ്റർ റിനീസാൻ, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിസി വിൻസെൻ്റ്. നമിച്ചു, എന്തിനാണ് നമിക്കുന്നതെന്നറിയത്തില്ല. ഓക്കെ. സിസ്റ്റർ ജലജ, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ലിതി തോമസ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ ലിസി വിൻസെൻ്റ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ അനീറ്റ ഷൈജു, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ ആർ നാൻസി, സിസ്റ്റർ നാൻസി, ബ്രദർ ശശി സി എ കോട്ടയം, ബ്രദർ ജോർജ് ടി ജി, ബ്രദർ ശശി. ബ്രദറായി ഞാൻ 6ാമത്തെ ഉത്തരം ഇങ്ങനെ എഴുതിയില്ലായിരുന്നു, ഞാനിപ്പോൾ എഴുതുകയാണ്. 2ാം എണ്ണത്തിന് ദോഷമില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരു തെറ്റൊക്കെ വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി അത്. സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ വത്സമ്മ വർഗീസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ആശായെ, സിസ്റ്റർ ഷീല സുനിൽ, സിസ്റ്റർ ആൻസി ജോൺസൺ ജോൺ, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സുമതി ഭായ്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഒരാളോടുണ്ട്, സിസ്റ്റർ ആനി സ്കറിയ, സിസ്റ്റർ സൂസമ്മ തോമസ്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റിയാലും 2ാമത്തെ ചോദ്യം അയച്ചില്ലെങ്കിലും ബാക്കി 9 ചോദ്യവും നിങ്ങളുടെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും വിജയിയാണ്. അപ്പോൾ നമുക്ക് വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ശരിയുത്തരം അയച്ച വിജയികളായിരിക്കുന്നത് ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സുനിത ഷാജി. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരൊക്കെ ദൈവവചനം പഠിക്കട്ടെ. അപ്പോൾ നമുക്ക് ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്നും പുതിയ ബൈബിൾ ക്വിസ് തുടങ്ങുമ്പോൾ അതിനുള്ള നിബന്ധനകൾ ഒക്കെ പിന്നാലെ അറിയിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കും. ഒരു ആൻറ്റി പറഞ്ഞത് 10 ചോദ്യം
ഓൾ ബൈബിളിൽ നിന്ന് 10 ചോദ്യം കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുവാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രായമുള്ള ഒരു ആൻറ്റിയാണെന്ന് തോന്നുന്നു. അപ്പോൾ സംസാരം കേട്ടിട്ട് ഞാൻ പറയുന്നതാണ്, വ്യക്തിപരമായിട്ട് അറിയത്തില്ല. നല്ല പ്രായമുള്ള ഒരു ആൻറ്റിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ആ വചനം പഠിക്കുവാനുള്ള ഒരു തീഷ്ണത, അല്ലെങ്കിൽ ആ വചനത്തോടുള്ള ഒരു ഉത്സാഹം, പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം ആ പ്രായത്തിലും കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയ ബൈബിൾ ക്വിസിൽ നമുക്ക് തീർച്ചയായിട്ടും യുവജനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുമിച്ച് ദൈവജനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.